കഴിയുന്നതിന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാന്ന് തോന്നുന്നു അല്ലെ. ഒരു 37 ആളുകള് ഈ സെഷനിൽ മൊത്തത്തിൽ കാണുന്നുണ്ട്. അപ്പൊ തുടങ്ങാമല്ലോ അല്ലെ. എന്റെ വോയിസ് ഓഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്നെ എല്ലാവരും കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഒക്കെ റെഡി ആണല്ലോ അല്ലെ. 38ഓളം ആളുകൾ ഇവിടെ ഈ സെഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി വേറെ വലിയ ഒരു ഔപചാരികതകളൊന്നും ഇല്ലാതെ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് 37, 38 ഏതാണ്ട് കുറച്ച് പേരും കൂടി ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ജോയിൻ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എന്റെ പേര് ഷബാബ് കാരുണ്യം എന്നാണ്, ഡോക്ടർ ഷബാബ് കാരുണ്യം. ഇപ്പോ തൃച്ചി, തമിഴ്നാട്ടിലെ തൃച്ചിയിലുള്ള ജമാൽ മുഹമ്മദ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പിക്സ്ലേൺ അറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പുതിയ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ, ഒരു പുതിയ ലേണിംഗ് വെഞ്ചറിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ പിക്സ്ലേൺ അറ്റ് ഹബിനെ കുറിച്ച് ചെറിയൊരു ഓറിയന്റേഷൻ, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം ഈ ഒരു കേട്ടറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. പിക്സ്ലേൺ അറ്റ് ഹബ് എന്ന് പറയുന്നത് ഇപ്പോ നിലവിൽ കേരളത്തിൽ ഇപ്പൊ സജീവമായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ആ ഒരു മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് പിക്സ്ലേൺ അറ്റ് ഹബ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് UGC നെറ്റ് കോച്ചിങ് പ്രോഗ്രാമുകളൊക്കെ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ 1 അതുപോലെ തന്നെ പേപ്പർ 2 പ്രോഗ്രാമുകളൊക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ ഏറ്റവും നല്ല കഴിഞ്ഞൊരു ടേമിലാണ് നമ്മൾ UGC നെറ്റിന്റെ ടേമിലൊക്കെയാണ് നമ്മൾ ഈ പിക്സ്ലേൺ അറ്റ് ഹബിന്റെ നെറ്റ് കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള റിസൾട്ട് കണ്ടതിന് ശേഷം അതിൽ നമുക്ക് കുറച്ചുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും കുറച്ചുകൂടി ഒരുപാട് ആളുകൾ അതിനെ സ്വാധീനിക്കാൻ, ഒരുപാട് ആളുകളിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ UGC നെറ്റ് കോച്ചിങ് പേപ്പർ 1 പേപ്പർ 2 ഇംഗ്ലീഷിലുമായിട്ട് നമ്മൾ തുടങ്ങി. അതിനുശേഷമാണ് നമുക്ക് ഒരുപാട് ക്വറീസ് വരുന്നത്, ഹിന്ദിയിൽ എന്തുകൊണ്ട് നെറ്റ് കോച്ചിങ് ഒക്കെ തുടങ്ങിക്കൂടാ എന്നുള്ള രൂപത്തിലൊക്കെ സംശയങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു വരികയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഇനി UGC നെറ്റ് കോച്ചിങ് ഹിന്ദിയിലേക്ക് കൂടി നമ്മൾ വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോ എന്തുകൊണ്ട് UGC നെറ്റിന്റെ കാര്യം ഇവിടെ പറയുന്നത്, നമ്മളിപ്പോ കേട്ടറ്റിന് വേണ്ടി വന്ന ആൾക്കാരാണല്ലോ എന്നൊക്കെ പല ആൾക്കാരും വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പോ സംശയിക്കേണ്ട. ഓക്കെ, നമ്മളിപ്പോ കേട്ടറ്റിന്റെ ഈ ഒരു ഓറിയന്റേഷൻ എന്നുള്ള രൂപത്തിൽ പല ആളുകളും ഈ കൂട്ടത്തിലേ നിങ്ങൾക്ക് ഈ 20-ാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലെ ഈ കേട്ടറ്റ് എക്സാം ഇനി വരാൻ പോകുന്നത്. അപ്പോ ആ കേട്ടറ്റിന് അപ്ലൈ ചെയ്ത ആളുകൾ അല്ലെ, എക്സാമിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ എത്രയുണ്ട് ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. ഇപ്പൊ ചിലപ്പോ ഇനി ഈ പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കയറുന്ന ആൾക്കാരുണ്ടാവും. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക, എന്തെങ്കിലും ചെയ്യോ നിങ്ങളൊരു അത്. ഓക്കെ, നയന,
Thank you, Sharafuddin, Khadija. Okay, there are so many. Okay, most of you are just going to attend the catered examination, right? Pala category 3 ആയിട്ടും category 4 ആയിട്ടും ഒക്കെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം എന്നുള്ള രൂപത്തിൽ നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടാവും. പല ആൾക്കാർക്കും വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, എനിവേ ഈ കൂട്ടത്തില് ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഇപ്പൊ ഓൾറെഡി ഹാൻഡ് റൈസ് ചെയ്ത് വെച്ച ആൾക്കാരൊക്കെ ഓക്കെ, അതിലും കുറെ ആൾക്കാർ കേട്ടിട്ട് ഇപ്പൊ ചില കാറ്റഗറികൾ മാത്രം എഴുതിയിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ഒരു കാറ്റഗറി കിട്ടി, ഇപ്പൊ 3 കിട്ടി, ഇനി 4 എഴുതണം, അല്ലെങ്കിൽ 4 ഓൾറെഡി ആ രൂപത്തിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ പല രൂപത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണല്ലോ അല്ലെ, ഈ എക്സാം ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ അവസാന നേരത്തിൽ നമുക്ക് ശരിക്കും ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂളായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് വളരെ നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ശരിക്കും അത് ബൂസ്റ്റ് ചെയ്യും അല്ലെ. എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ അവസാന നിമിഷത്തിൽ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റും. അപ്പൊ ആ രൂപത്തിലാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അപ്പോ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ കേഡറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയെ അല്ല. ഓക്കെ, കേഡറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയെ അല്ല. എല്ലാ ആളുകൾക്കും, ഈ കൂടിയിരിക്കുന്ന 35 അല്ലെങ്കിൽ 45 ആളുകൾക്ക് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പൊ ഈ ഒരു 45 ആളുകൾക്കും കൃത്യമായിട്ട് എഴുതി പാസ്സാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അത് എന്താ പറയുക, കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അടുത്ത ഫാക്കൽറ്റീസ് ഒക്കെ നമുക്ക് കൂടുതൽ വിശദീകരിക്കും. ഒരു ജനറൽ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ പറയാണ്, ഹിന്ദിയിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവാൻ കഴിയുന്ന ഒരു എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ ഇത് വെറുതെ ഒരു പരീക്ഷണമാക്കി കളയാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ ഏതായാലും പഠിച്ചിട്ടൊന്നുമല്ല എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ നോക്കിയിട്ട് പഠിക്കാലോ എന്നൊക്കെ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊന്നും പോണ്ട. നമുക്ക് ഇപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും ഏറെക്കുറെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ എഴുതാൻ പറ്റും. കുറച്ച് ടെക്നിക്സ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിന്റെ സിലബസിലേക്കും അതിന്റെ കോണ്ടന്റ് പോർഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഓഡിയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും നോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആകെ കൂടി ഒരു ചെറിയൊരു ടൈമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു 3-4 ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ എപ്പോഴും ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇതായിരിക്കണം ഈ ഒരു സബ്ജക്റ്റില് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തില് ഞാൻ എഴുതാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ പരീക്ഷ, അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷ, കേട്ടറ്റ് 3 ആയിക്കോട്ടെ, കേട്ടറ്റ് 4 ആയിക്കോട്ടെ, ഇതായിരിക്കണം ഞാൻ ഏറ്റവും അവസാനമായിട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എത്ര ടൈം ഇപ്പൊ ബാക്കിയുണ്ട്, ആ ടൈമിന്റെ ഉള്ളിൽ എനിക്ക് മാക്സിമം ഞാൻ ഇതുവരെ എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എനിക്ക് ഒരുപാട് സമയം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല, ആ രൂപത്തിലൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇനി ആകെ കുറച്ച് ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ. ഓക്കെ, എന്നാലും ആ കിട്ടിയ ടൈമിനെ ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കേട്ടിട്ട് കിട്ടും. ഓക്കെ, അത് ഞാൻ ഇവിടെ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആളുകളെ ആ രൂപത്തിൽ കണ്ടതുകൊണ്ട് പറയാണ് കേട്ടോ. കാരണം ഒരിക്കലും എന്താ പറയാ, ഒരു കിട്ടാത്ത സാധനമാണെന്ന് വിചാരിച്ചു പല ആളുകൾ, ഈ കൂട്ടത്തിൽ തന്നെ പല ആളുകളും ഓൾറെഡി സർവീസിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും, ഇനിയിപ്പോ സർവീസിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ പലപ്പോഴും ഫ്രൈഡേ ആണ് ഇനി എക്സാം വരുന്നത്. ഓക്കെ, ആ രൂപത്തിലാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ മറ്റന്നാളാണല്ലേ ഫ്രൈഡേ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, 19-ാം തീയതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കേട്ടറ്റിന്റെ വിഷയത്തിൽ നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്ന ഒരു സെഷൻ ഇതായിരിക്കും പ്രോബബ്ലി.
അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ ഈ എക്സാമിനെ കാണുക എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ കേട്ടറ്റിനെ കുറിച്ച് വളരെ ചർച്ച ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അടക്കം കഴിഞ്ഞ ഈ നിയമസഭാ യോഗത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പൊ കേട്ടറ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പല വാർത്തകളും നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പൊ പുതിയൊരു നിയമം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോ പല ആൾക്കാർക്കും ആശങ്കയുള്ള ഒരു വിഷയമാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം, ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആവുകയും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിലവിൽ 2012 തോന്നുന്നു, ആ 2012 വർഷത്തിന് മുമ്പ് പല ആളുകളും സർവീസിൽ കയറിയിട്ടുണ്ടായിരുന്നു, ടീച്ചർമാരായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ യോഗ്യത എന്ന് പറയുന്നത് ഒരു നിർബന്ധമുള്ള ഒരു കാര്യമല്ലായിരുന്നു. നിങ്ങൾക്ക് ബാക്കിയുള്ള അടിസ്ഥാന യോഗ്യത B.Ed ഉണ്ട്, ബാക്കിയുള്ള യോഗ്യതകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് സർവീസിൽ കയറാമായിരുന്നു. പക്ഷേ ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ നിങ്ങൾ കേട്ടിട്ട് എക്സാം പാസ്സാവണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ എന്താ സംഭവിച്ചത് പറഞ്ഞാൽ, ആ ഒരു കാലാവധി കഴിഞ്ഞു. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുകയാണ്, കോടതി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് പറയുകയാണ്, ഇപ്പോ ഇനി നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തേ, ഓൾറെഡി നിങ്ങൾ സർവീസിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് സർവീസിൽ തുടരണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് കൂടിയേ മതിയാവുള്ളൂ എന്നുള്ളൊരു കാര്യം പറയാണ്. അപ്പൊ കേട്ടിട്ട് എന്നുള്ളത് ഇനിയിപ്പോ അതിനുശേഷം വന്ന ആൾക്കാർക്കാണ് കേട്ടിട്ട് നിർബന്ധമായിട്ട് തന്നെ കേട്ടറ്റോട് കൂടിയിട്ട് സർവീസിൽ കയറിയ ആൾക്കാരെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ രൂപത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതില്ലാത്ത ആളുകൾക്ക് കേട്ടിട്ട് എഴുതാനുള്ള അവസാന അവസരങ്ങളായിട്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ എടുക്കാം. പക്ഷെ ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടും. അതായത് നിങ്ങൾ നല്ല രൂപത്തിൽ ഇനിയിപ്പോ ആകെ കൂടി കുറച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമേ നിങ്ങൾക്ക് ആ ടൈം നിങ്ങൾക്ക് ബാക്കി ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആദ്യം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കേട്ടിട്ട് സുഖമായിട്ട് കിട്ടും. ഇനിയിപ്പോ ഓരോ കാറ്റഗറിക്ക് കൃത്യമായിട്ട് നമുക്കിപ്പോ അറിയാം, ഒരു UP സ്കൂളിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറായിട്ട് ഒക്കെ നമുക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി 4 നമുക്ക് എഴുതണം. അതുപോലെ തന്നെ ഹൈസ്കൂളിൽ നമുക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കാറ്റഗറി 3 നമ്മൾ പാസ്സാവണം. ഓക്കെ, അതിന് മേലെ എന്താണ് ബാക്കിയുള്ള സെറ്റ് ഹയർ സെക്കൻഡറിയിലേക്കാണ് നമുക്ക് സെറ്റ് പാസ്സാവണം. കോളേജുകളിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് പാസ്സാവണം? നെറ്റ് പാസ്സാവണം. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ കേട്ടറ്റ് എക്സാമിനേഷൻ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കേട്ടറ്റ് ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ നെറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ആ എക്സാം തന്നെ ഇനി പാസ്സാവണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്കിപ്പോ നെറ്റ് ഉണ്ട്, പക്ഷെ എനിക്കിപ്പോ ഇനി എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂളിൽ പോയി പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഹയർ സെക്കൻഡറി എനിക്ക് അതിന് മുകളിലുള്ള ഒരു യോഗ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടായി വരില്ല. അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് ക്ലാരിഫിക്കേഷൻ ഇനിയും വരുത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും നിയമങ്ങൾ പറയാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ നിലവിലുള്ള സാഹചര്യമാണ് പറയുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോ ഈ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ശരിക്ക് ഇവിടെ കേട്ടിട്ട് എന്നുള്ളത് ഒരു ബാലികേള മലയല്ല. നമുക്ക് കൃത്യമായിട്ട് ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഹിന്ദി സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോ അത് ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഈ കൂട്ടത്തിൽ HST HSST അല്ലെങ്കിൽ നെറ്റിനടക്കമുള്ള കോഴ്സ് അതിന് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ കൂടാതെ ഈ ഒരു സെഷനിൽ നമുക്ക് ഫാക്കൾട്ടീസ് ആയിട്ടുള്ളത് 2 പേരാണുള്ളത്. ഒന്ന് ഗോപികയാണ്. ഗോപിക ടീച്ചർ ഇപ്പോ ഇടുക്കിയിലുള്ള മറയൂർ GHSS ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഗോപിക മാം ഇവിടെ ചെറിയ റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഉള്ളൊരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് സൗമ്യ മാം ആണ്. അപ്പൊ സൗമ്യ മാം ഇപ്പോ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ച് കാറ്റഗറി 4 ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൗമ്യ മാം വിശദീകരിച്ചു തരും. ഓക്കെ, അപ്പോ ഗോപിക മാം ഇവിടെ ഉണ്ടെങ്കിൽ ഞാനത് ഗോപിക ഒന്ന് പറയോ, അല്ലെങ്കിൽ നമുക്ക് നേരെ സൗമ്യ മാമിന്റെ അടുത്തേക്ക് പോവാം. ഗോപിക മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ,
ഫൈൻ. ഇപ്പം ഗോപിക മാമിനെ ഇതിൽ കാണുന്നില്ല. ഓക്കെ, നമുക്ക് നേരെ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കാറ്റഗറി ഫോറിനെ കുറിച്ചാണ്. എത്ര പേര് ഈ കൂട്ടത്തിൽ കാറ്റഗറി 4 ട്രൈ കേട്ടിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്? ഒന്ന് പറയോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ, അത്യാവശ്യം ആൾക്കാർ കാറ്റഗറി 4 തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് കാറ്റഗറി 4നെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ ഒരു സിലബസും പാറ്റേണും ഒരുപാട് വലിയ വ്യത്യാസം 3ഉം 4ഉം ആയിട്ടില്ല. എന്നാലും അതിന്റെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സൗമ്യ മാമിനെ ക്ഷണിക്കുകയാണ്. സൗമ്യ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ആളുകള് അറിയണ്ടാവും. ഞാൻ ആർട്സ് കോളേജില്, നിജന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജില് ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എഴുതിയത് കാറ്റഗറി 4 ആണ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നേരെ അതിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, കാറ്റഗറി 4ല് 3 പാർട്ടാണ് വരുന്നത്. അത് ഒന്ന് ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത്, പിന്നെ ലാംഗ്വേജ് ആണ്, പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ആണ് വരുന്നത്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമുക്ക് എഴുതാനുള്ളത്. അതില് ഹിന്ദി, അതായത് നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദി ആണെങ്കിലും അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണെങ്കിലും പിന്നെ നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലും വലിയ വിഷയമില്ലാത്ത കാര്യങ്ങളാണ് വരിക. ഇപ്പം ഹിന്ദി ആണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അതില് വരാനുള്ളത്. അത് ഈ പറയുന്നത് പോലെ, സാറ് പറഞ്ഞതുപോലെ ഒരു ബാലികേറ മലയായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് അത്രയേ ഉള്ളൂ. ഇപ്പം നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ വരുള്ളൂ. പിന്നെ സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷ് ഓർ മലയാളം ഏതാണെങ്കിലും, അതായത് സബ്ജക്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് ഏതാണെങ്കിലും അതില് ഗ്രാമർ പാർട്ട് വരുന്നതും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ, അതായത് ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ലെവല് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ അതില് കാണാൻ പറ്റുള്ളൂ. അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വരിക, നോർമൽ സിമ്പിൾ ആയിട്ടുള്ള. അപ്പോ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ലാംഗ്വേജിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം. മലയാളം ഓർ ഇംഗ്ലീഷ് ആണ് നമുക്ക് ലാംഗ്വേജ് വരുന്നത്. ഓക്കെ, അതിൽ ആരൊക്കെ കൊടുത്തിട്ടുണ്ടാവും? മലയാളത്തിന് കൊടുത്തിട്ടുണ്ട്, ആരൊക്കെ ഇംഗ്ലീഷിന് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഇംഗ്ലീഷാണ് എഴുതിയത്. ഞാൻ 2023 എഴുതിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. അപ്പോ ലാംഗ്വേജ് ആണ് നോക്കുന്നത്, അതായത് ലാംഗ്വേജ് ആണ് നോക്കുന്നത് എങ്കിൽ ഇംഗ്ലീഷും മലയാളം 2 ലാംഗ്വേജസ് ആണ് വരുന്നത്. അതില് ഇംഗ്ലീഷ് ഓക്കെ, ആരോ ഇംഗ്ലീഷ് ആണ് മാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് ആണ് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നിയത്. എനിക്ക് അങ്ങനെ തോന്നിയത്. മലയാളത്തിൽ വലിയ പിടുത്തമില്ലായിട്ടാണോ എന്നറിയില്ല. ഓക്കെ, അത് പോട്ടെ. എന്ത് തന്നെ ആയാലും ഓക്കെ, മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഏത് തന്നെ ആയാലും അതില് ഓക്കെ, ലിറ്ററേച്ചർ ഭാഗം വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ ഭാഗങ്ങൾ മാത്രമേ വരുള്ളൂ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ. ഓക്കെ ഓക്കെ, രണ്ടിലായാലും മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമാണോ 2024 നവംബറിലാണോ എന്നറിയില്ല, ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഒരു സെക്കൻഡ്. മാൽഗുഡി ഡേയ്സ് ദ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വാസ് റിട്ടൺ ബൈ, അത് ഇംഗ്ലീഷിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ആരാണ് എഴുതിയത് എന്നാണ് വന്നത്, ക്വസ്റ്റ്യൻ വന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. RK നാരായണാണ്. സോ അതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള, നമ്മളിപ്പം +2 ലെവലിൽ പഠിച്ച സാധനങ്ങള് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. അതായത് ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി ഇൻ മലയാളം അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണെങ്കിൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, മലയാളത്തിലാണെങ്കിൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, അതായത് പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് തരുന്നത് 2 സെറ്റ് ഉണ്ടാവും. ഓക്കെ,
പാസേജ് തന്നിട്ട് അതിൽ 5 ക്വസ്റ്റ്യൻസ്, ഒരു പാസേജ് തരും, 5 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനുണ്ട്, ആൻസർ ചെയ്യാനുള്ളത് ഉണ്ടാവും. എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെയും ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, സോറി കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പാസേജ് തരുമ്പോൾ ഇംഗ്ലീഷിൽ അത് ഒറ്റ സെറ്റേ ഉണ്ടാവുള്ളൂ. അതായത് 5 ക്വസ്റ്റ്യൻസ് മാത്രം. ഒരു പാസേജ് തന്ന് 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാൻ, അത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മലയാളത്തിൽ അത് 2 എണ്ണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഐ തിങ്ക് ഒരു ഗദ്യ, അതായത് ഒരു പ്രോസും പിന്നെ ഒന്ന് വരുന്നത് ഒരു പോയട്രി ഓർ സംതിങ്, അതാണ് വരാൻ സാധ്യതയുള്ളത്. അത് നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അതും വരുള്ളൂ. അതും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും ഈസി ആയിട്ടുള്ള സാധനങ്ങളാണ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. സോ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 150 ക്വസ്റ്റ്യൻസ് നമുക്കുള്ളൂ എന്നുള്ളതാണ്. ടോട്ടൽ 2.5 മണിക്കൂറിൽ 150 ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. സോ എല്ലാം ആൻസർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വായിച്ചു നോക്കാനുള്ള ടൈം എന്തായാലും നമുക്കുണ്ടാവും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഏത് പാർട്ടിലായാലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. നമുക്കൊരു ചെറിയ ഡൗട്ട് ഉള്ളത് പിന്നീട് നോക്കാനും നമുക്ക് ടൈം ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് വായിച്ച് ചെയ്യാൻ പറ്റുന്നൊക്കെ പെട്ടെന്ന് ചെയ്തോളാം. ഇതിനിപ്പം അറിയാലോ, റീസണിങ് പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ, ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് മാത്സ് ടൈപ്പ് സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന സാധനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പൊ സബ്ജക്ട് വൈസ് ആണെങ്കിലും നമുക്ക് ലാംഗ്വേജ് വൈസ് ആണെങ്കിലും നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട, അധികം സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ലാന്നേ പറയേണ്ടതുള്ളൂ. കാരണം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും അതിലെങ്ങനെയായാലും വരാം. അപ്പൊ ഈ പാസേജ് തരുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അതിൽ എങ്ങനെയായാലും 5 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് ശരിയായിട്ട് വരും. ബാക്കിയുള്ളത് ഇതുപോലെ എന്തെങ്കിലും ആലോചിക്കാനുള്ളതാണെങ്കിൽ ഗ്രാമർ പോർഷൻസ് വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ. വളരെ കുറച്ച് എന്ന് ഉദ്ദേശിച്ചാല് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ വരുള്ളൂ. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ വിഗ്രഹിച്ചെഴുതുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരിക. അതില് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചുവടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് വായിക്കാം, ഫോട്ടോ എടുത്തില്ല, സോറി. ചുവടെ വിഗ്രഹിച്ചെഴുതിയവയിൽ ശരിയായത് ഏത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ളത് കൊന്നത്തെങ്ങ്, കൊന്നയും തെങ്ങും, 4-5, 4ഉം 5ഉം, മുക്കണ്ണൻ, 3 കണ്ണുള്ളവൻ, ജരാനര, ജരയിലെ നര. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇത് ഈസിയാണ്. മുക്കണ്ണൻ, 3 കണ്ണുള്ളവൻ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസേ ഗ്രാമർ പോർഷൻസിലായാലും വരുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഇനിയിപ്പോ പഠിക്കാതെ പോയാലും പേടിക്കാതെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആകും. അതായത് ലാംഗ്വേജിൽ കുറച്ചൊരു പിടുത്തം ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി 4. 3യുടെ കാര്യം ഗോപിക മിസ് വരുമ്പോ പറയുമായിരിക്കും. അപ്പം വലിയ ഈ പറഞ്ഞതുപോലെ ബാലികേറാമലയായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. പ്രീവിയസ് ഇയറിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് അതിലുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കേട്ടിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. എളുപ്പമാണ്. അതില് കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാധനം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അതില് പഠിക്കാനുള്ളതായിട്ട്, അതായത് പുതിയതായിട്ട് പഠിക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മള് കേട്ടിട്ടില്ലേ, ഹിന്ദി ആയാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളായിരിക്കും വരിക. പക്ഷെ ചിലപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരിക. പക്ഷെ അതിലും നമുക്ക് ഒരു ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്.
എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇതുവരെ രണ്ടാമത് എഴുതുന്നവരായാലും അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതുന്നവരായാലും അവർക്ക് ടഫായിട്ട് തോന്നുന്നത് മിക്കവാറും ഈ ഒരു പാർട്ടായിരിക്കും. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ആ ഭാഗമായിരിക്കും അല്ലെ? നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അതില് ഒരു 2 പ്രാവശ്യത്തെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മാതൃക എന്റെ കയ്യിലുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പെട്ടെന്ന് നോക്കാം. ഓക്കെ, 8:30 വരെ ക്ലാസ് ഉള്ളൂ, സോ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സൗമ്യ മാം, ഹലോ. ഹലോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ഒറ്റ സെക്കൻഡ് ഞാൻ ജോയിൻ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സ്ക്രീൻ ഷെയറിങ് ഓണായിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അപ്പൊ സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതില് ഇത് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതില് ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഷബാബ് സർ, ടൈം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, പെട്ടെന്ന് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. സ്ക്രീൻ നോട്ട് അവൈലബിൾ എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ടാണ് കാണുന്നത്. ക്ലിയർ അല്ല എന്നാണ് പറയുന്നത്. അതെല്ലേ, നെറ്റിന്റെ ഇഷ്യൂ ചെറുതായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടോ? കേട്ടോളൂ. ഞാൻ എന്താണ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ആവാൻ കാരണം സാധ്യതയുണ്ട്, എനിക്ക് കാണുന്നുണ്ട് ഇപ്പോഴും. വായിച്ചോളൂ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ശരി ശരി. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. നോക്കിക്കോളൂ, കാണുന്നവര് ഒന്ന് ശ്രദ്ധിച്ചോളാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി? അതിന്റെ മലയാളവും കൊടുത്തിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവർ സർഗാത്മകതയുടെ ഘടകമല്ലാത്തത്. അതായത് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാണ്ടാവും. അപ്പം അതിന്റെ ഭാഗമല്ലാത്തത് അല്ലെങ്കിൽ അത് ബന്ധപ്പെടാത്തത് എന്താണെന്നാണ് ചോദിച്ചത്. അതില് ആൻസർ ക്ലിയർ ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാല് ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം ചെയ്യുന്നത് ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്ലുവൻസി എന്ന് പറയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ ഡൈവേർജന്റ് തിങ്കിങ്, അതായത് നമ്മുടെ ചിന്ത, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ
അതും ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ അതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് അത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഫാക്ടറാണ്. സോ അതാണ് അതുമായിട്ട് ബന്ധപ്പെടാത്തത്. സോ നമുക്ക് എന്താ പറയാ, ഒരു ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് അതില് നമുക്ക് ഈ ലോജിക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ക്വസ്റ്റ്യൻസും അതിലുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വരുന്നത് മലയാളത്തിൽ അഞ്ജലി ടീച്ചർ ഒരു ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ട പഠന പ്രക്രിയയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ടീച്ചറാണ്. സയൻസിലെ ഒരു ആശയം ചർച്ച ചെയ്ത വേളയിൽ ടീച്ചർക്ക് മനസ്സിലായി മുൻ ക്ലാസ്സിൽ നൽകിയ അനുഭവങ്ങൾ കുട്ടികളിൽ ഒരു നേട്ടവും കൈവരിക്കുന്നതിന് ഉതകിയതല്ല, അതായത് അതിന് ആവശ്യമുള്ളതല്ല, അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു ഇമ്പാക്റ്റും അത് ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ വിഷയം എന്നുള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പഠന രീതി അല്ലെങ്കിൽ ദിസ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് കോൾഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈസി ആയിട്ട് പറയാം. കുട്ടികൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ അത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓക്കെ, അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, പോസിറ്റീവ് അല്ല നമുക്ക് മനസ്സിലായി. പിന്നെ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പുതിയ പഠനത്തെ, അതായത് പുതിയ ക്ലാസ്സിൽ പഠിക്കുന്നതിനെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണോ എന്നാണ് ചോദിച്ചത്. അതല്ല. പിന്നെ സീക്വൻഷ്യൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതായത് പാർട്ടായിട്ട് പഠിക്കുന്നത്. ഒരു ക്ലാസ്സിൽ പഠിച്ചതിനെ ബാക്കി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് അത് ഗോൺ, അതാണ് സീക്വൻഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുട്ടികൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അത് ഒരു ഇമ്പാക്റ്റും കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ പഠിക്കണം എന്നില്ല. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സബ്ജക്ട് വൈസ് നമ്മൾ പഠിക്കണം എന്നില്ല. നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്, അല്ലേ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ. കുറച്ച് കുട്ടികൾ ഇപ്പൊ എഴുതുന്നുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധ്യതകൾ ഇതിലുണ്ട് എന്നുള്ളത്. 2 ക്വസ്റ്റ്യൻസും കൂടി നോക്കുന്നു, സിമ്പിൾ ആയിട്ടുള്ളത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഇമ എന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി രക്ഷിതാക്കളോടൊപ്പം 5ാം ക്ലാസ്സിൽ പ്രവേശനം നേടാനായി എത്തി. പ്രധാന അധ്യാപിക അവരോട് സ്പെഷ്യൽ സ്കൂളിൽ പോയി പ്രവേശനം നേടാൻ പറഞ്ഞു. പ്രത്യേക പരിഗണന ഉൾപ്പെടുത്തിയ സന്ദർഭം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതില് ഓപ്ഷൻസ് പറയാം. പ്രധാന അധ്യാപികയുടെ തീരുമാനം ശരിയാണ്. 2ാമത്തെ ഓപ്ഷൻ ഇമയ്ക്ക് പ്രവേശനം നൽകണം. 3ാമത്തെ ഓപ്ഷൻ ഒരു സ്പെഷ്യൽ ടീച്ചറുടെ സഹായത്തോടെ ഇമയ്ക്ക് വീട്ടിൽ വെച്ച് പ്രത്യേക പരിശീലനം നൽകുന്നതാണ് നല്ലത്. 4ാമത്തെ ഓപ്ഷൻ പ്രവേശനത്തിനായി ഇമയ്ക്ക് 1 വർഷം കാത്തിരിക്കും. ഇതില് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇമയ്ക്ക് പ്രവേശനം നൽകണം എന്നത്. അതൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെങ്കിൽ പോലും നോർമൽ സ്കൂളില് ഒരു കുട്ടി പ്രവേശനം നേടാം എന്നുള്ളത് മൂവീസിൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ മൂവീസിലാണെങ്കിലും ഈ നിയമത്തിനെ കുറിച്ചിട്ട് ഒക്കെ, അതായത് നമുക്ക് അറിവ് നേടാൻ ബുക്സ് മാത്രമല്ല, നമ്മൾ എന്ത് കണ്ടാലും അറിവ് നേടാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ഒരു നിയമമുണ്ട്. സ്പെഷ്യൽ സ്കൂളിൽ മാത്രമല്ല,
നോർമൽ അല്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടി അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുകളുള്ള കുട്ടികൾക്കായാലും സ്കൂളിൽ പ്രവേശനം നേടാം എന്നുള്ളത് ഒരു നിയമമാണ്. ഓക്കെ, ഇതുപോലെയുള്ള സാധനങ്ങള് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ ചൈൽഡ് ഡെവലപ്മെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ നോക്കാൻ ഗോപിക മിസ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് അവസരം പേപ്പേഴ്സ് ഞാൻ എന്തായാലും അയച്ചു തരാം കേട്ടോ, ഗ്രൂപ്പിലിടാം. രണ്ട് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ഉണ്ട്, അത് രണ്ടും ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, അതിലെ എല്ലാ സാധനങ്ങളും, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് മാത്രമല്ല സബ്ജക്റ്റും ആൻഡ് ഓൾസോ നമ്മുടെ ലാംഗ്വേജും, ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യെസ് യെസ്, ഇവിടെ നമുക്ക് ആരെങ്കിലും ഹിന്ദി ക്വസ്റ്റ്യൻസ് മാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. സൗമ്യ മാം, ഹിന്ദി എന്റെ കയ്യിൽ പേപ്പർ ഉണ്ട്, എങ്ങനെയാ സാറിന് അയക്കാണോ? പേപ്പർ അയക്കാനുള്ളത്. ഓക്കെ, ഞാൻ അയക്കാം, സാറിന് അയക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഗോപിക മാം ഇപ്പോ നെറ്റ്വർക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഗോപിക മാം എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറയേണ്ടത് എന്നുള്ള രൂപത്തിൽ എനിക്ക് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുശേഷം നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് മറ്റ് ഡിസ്കഷനിലേക്ക് പോവാം. ഇവിടെ പ്രത്യേകിച്ച് സൗമ്യ മാം ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എന്റെ വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സൗമ്യ മാം ഇവിടെ കൃത്യമായിട്ട് ഒരു ജനറൽ ടോപ്പിക്സ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് 3 സെക്ഷനാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ കൃത്യമായിട്ട് ഉണ്ടാവുക. അതായത് ഒരു ജനറൽ നമ്മുടെ ഒരു ടീച്ചിങ് ട്രെയിനിങ്, ആ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ്, ചൈൽഡ് സൈക്കോളജി, ആ രൂപത്തിലുള്ള ഒരു സെഷന്. പിന്നെ രണ്ടാമത്തെ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പാർട്ട്, ദെൻ മൂന്നാമത്തെ പാർട്ട് ഹിന്ദി എന്നുള്ള പാർട്ടാണ്. അപ്പോൾ ആ ജനറൽ പാർട്ട് സൗമ്യ മാം ഏതാണ്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കൃത്യമായിട്ടൊരു കാറ്റഗറി 3ഉം കാറ്റഗറി 4ഉം തമ്മിലൊരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ ഒരു ഡെപ്തിലാണ് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കേട്ടിട്ട് 3ക്ക് വേണ്ടി പഠിക്കുന്നോ അതിൽ ഉള്ള ആ ഒരു പോയിന്റ്സിൽ 1-2 പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഒരു തൊട്ടടുത്ത ലെവലിലേക്ക് ഒരു 10% കൂടുതൽ നിങ്ങൾ ആ ടോപ്പിക് തന്നെ സെയിം, ഏതാണ് ടോപ്പിക് പഠിക്കുക സെയിം ടോപ്പിക് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് കൂടാതെ ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഇപ്പൊ ഗോപിക മാം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുകയാണ്. ഓക്കെ, അപ്പൊ ഗോപിക മാം അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഹിന്ദിയിൽ ഒരു ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ ഹിന്ദി ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരികയാണ്, ലോകായതൻ എന്നുള്ളൊരു കവിത ആരാണ് എഴുതിയത്? അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇവിടെ പറയാം കേട്ടോ, ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ ലോകായതൻ ആരാണ് എഴുതിയത്? ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ലോകായതൻ എന്ന കവിത ആരാണ് എഴുതിയത്? വർഷ പറഞ്ഞു. സുമിത്രാനന്ദ് പന്ത് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ പന്ത്ജിയാണ് ലോകായതൻ എന്നുള്ള സംഭവം എഴുതിയത്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും. എങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ചിലപ്പോൾ ഉത്തരങ്ങൾ അറിയുന്ന ഒരു മൈൻഡിൽ എന്തായാലും ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഓപ്ഷൻസ് ഒക്കെ കാണുന്ന ABCD 4 ഉത്തരങ്ങൾ ഒരേപോലെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വരാം. ഓക്കെ, അതേ സ്ഥാനത്ത് ഇപ്പൊ ഹർഷനെ പോലെ ചിലപ്പോൾ ഈ ലോകായതൻ ആരാ എഴുതിയ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിങ്ങൾ ABCD എന്ന് കാണാനാണ്. മഹാദേവി വർമ്മ, സുമിത്രാനന്ദ് പന്ത്, നിരാല ആൻഡ് പിന്നെ ആരാണുള്ളത്? ജയശങ്കർ പ്രസാദ് എന്ന് 4 ഓപ്ഷൻ, 4 ഛായാവാതിലുള്ള 4 ആൾക്കാരെ നിങ്ങൾ ഒരുമിച്ച് കാണാം. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ ആവുമല്ലോ.
അപ്പൊ പ്രത്യേകിച്ച് എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് മാത്രം നോക്കുക. ആൻസറിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ആദ്യം നിങ്ങളുടെ മൈൻഡിനോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏതായിരിക്കും ഉത്തരം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ ആ ഉത്തരം എന്നുള്ളത് നിങ്ങൾ മൈൻഡിനോട് ചോദിച്ചു നോക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഉത്തരം ആ ഓപ്ഷനിൽ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കാം. അതാണ് ബേസിക്കലി നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം അത് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരു രീതി എന്നുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ കൺഫ്യൂഷൻ ആവും. പിന്നെ മൈനസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നെഗറ്റീവ് മാർക്ക് വരുന്ന പ്രശ്നം പേടിക്കേണ്ടതില്ല. എന്നാൽ നമുക്ക് അറിയുന്ന ഉത്തരം നമ്മൾ തെറ്റിപ്പോകരുത്, അത് വളരെ പ്രധാനമാണ്. ഇനി ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യം പറയാണ്. ഇപ്പൊ ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക ഇതിഹാസ് എന്നുള്ള കൃതി ഹിന്ദി സാഹിത്യക ഇതിഹാസ് പല തരത്തിലുള്ള കൃതികൾ ഉണ്ടാവും. ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക ഇതിഹാസ് ആരാണ് എഴുതിയിട്ടുള്ളത്? ജസ്റ്റ് നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഞാൻ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ വേറെ തന്നെ തരാം. നിങ്ങൾക്ക് അതിന് മുന്നേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക ഇതിഹാസ് ആരാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ വേണമെങ്കിൽ 4 ഓപ്ഷൻസ് പറയാം. ഓക്കെ, ഫെമിന മാം ഓക്കെ നീന കറക്റ്റ് പറഞ്ഞു, ഗണപതി ചന്ദ്രഗുപ്ത്. പക്ഷെ നിങ്ങൾ ഈ ഇതിഹാസം എന്നുള്ളൊരു സംഭവം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക പറഞ്ഞാല് ഓപ്ഷനിൽ നിങ്ങൾ രാംകുമാർ വർമ്മ കാണാം. ഓക്കെ, ഓപ്ഷനിൽ നിങ്ങൾക്ക് രാമചന്ദ്ര ശുക്ല കാണാം, ഡോക്ടർ നഗേന്ദ്ര കാണാം, ഗണപതി ചന്ദ്രഗുപ്ത് കാണാം. രാംകുമാർ വർമ്മയാണോ ഗണപതി ചന്ദ്രഗുപ്ത് ആണോ? ഈ പ്രശ്നം നിങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. കൃത്യമായിട്ട് ഒരേ പേരുകൾ വരുന്ന കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, നിങ്ങൾ എപ്പോൾ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. മോഡൽ ക്വസ്റ്റ്യൻസ് പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ. ഇന്ന് ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകേണ്ട ഒരു കാര്യം ഈ വെബ്സൈറ്റ് പരിശോധിക്കാമല്ല. നിങ്ങൾ കാറ്റഗറി 3 ആണോ കാറ്റഗറി 4 ആണോ, ആ വെബ്സൈറ്റിലുള്ള ആ 20 ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്വയം നിങ്ങളൊരു പുസ്തകം എടുക്കുന്നത്, ഏതെങ്കിലും നല്ലൊരു ഓതന്റിക് ആയിട്ടൊരു പുസ്തകം ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. വളരെ ടഫ് പുസ്തകങ്ങളൊന്നും വേണ്ട. ഇപ്പൊ ഒരു കേട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്ര ശുക്ലിന്റെ ഇതിഹാസം വേണ്ട, കേട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നഗേന്ദ്രന്റെ ഇതിഹാസം പോലും വേണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ഏതാണ് ബുക്ക് നമുക്ക് പഠിച്ചു വെക്കാം. ഞാനൊക്കെ ശരിക്കും നെറ്റിനാണ് പഠിച്ചിട്ടുള്ളത്. നെറ്റിനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ സരസ്വതി പാണ്ഡെ, ഗോവിന്ദ പാണ്ഡെന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബുക്കായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഗൈഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഹിന്ദി സാഹിത്യക വസ്തുനിഷ്ഠ ഇതിഹാസം പറഞ്ഞിട്ട്. അപ്പൊ അതന്നെ ഭയങ്കര അത്ര തന്നെ ആ ലെവലിൽ തന്നെ വേണ്ടാവല്ല. പക്ഷെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് മൊത്തം പഠിക്കാനല്ല ഞാൻ പറയുന്നത്, ആ ക്വസ്റ്റ്യൻ ആദ്യം എടുക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് ആദ്യം അറിയോ എന്നുള്ളത് നോക്കുക. ഇപ്പൊ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുവിധം ആൻസേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കിട്ടും. ഇല്ലാത്ത ആൻസറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന്റെ ഏതാണോ അത് ഗൂഗിൾ ചെയ്ത് ഇല്ലാത്ത ആൻസർ നിങ്ങൾ ഏതാണോ ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുന്നത് ആ ബുക്ക് നിങ്ങൾ മറിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് ആൻസർ കിട്ടും. സോ UGC നെറ്റ് ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും കേരള PSC എക്സാമിനേഷൻ ഏത് പോസ്റ്റിലേക്കുള്ളതാണെങ്കിലും നിങ്ങൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ PYQ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് കാണാതെ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകാനേ പാടില്ല. ഓക്കെ, 1 മണിക്കൂറാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നതെങ്കിലും PYQ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ രസകരമായിട്ട് നമുക്ക് പല കാര്യങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഗോപികമ പറഞ്ഞാൽ ഗോപികമ്മന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ആശയമാണ് ശരിക്കും. ഇവിടെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഹിന്ദി സാഹിത്യത്തിൽ നമ്മൾ പല വീരഗാഥകാല അല്ലെങ്കിൽ ആദികാല്, ഭക്തികാല്, രീതികാല്, ആധുനികാല്, ഇതാണല്ലോ പൊതുവെ ഉള്ള ഒരു ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ, ഹിന്ദി സാഹിത്യ ഇതിഹാസത്തിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അതില് ശരിക്കും അതിലൊരു കാലത്തിന് ഒരു പ്രത്യേകമായിട്ട് ഒരു കാലത്തിന് അല്ലെ അങ്ങനെ തന്നെ പറയാം രീതികാലിന് ഒരു ടീം, ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗം വിദ്വാൻമാര് അലങ്കൃത് കാൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അലങ്കൃത് കാൽ എന്ന് വിളിച്ചത് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരായിരിക്കും ആൻസർ? നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ളത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആർക്കറിയോ? അറിയാമോ? ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചാടിക്കേറിയ ആൾക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അലങ്കൃത കാൽ എന്ന് വിശേഷിപ്പിക്കും, അതൊരു ചോദ്യമാണ് കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ ഹിന്ദി സാഹിത്യത്തിലെ രീതികാലിന് അലങ്കൃത കാൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് മിശ്ര ബന്ധുവാണ്.
മിശ്ര ബന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 എന്താ പറയാ ആളുകൾ, ഗണേഷ് ബിഹാരി മിശ്ര, ശ്യാം ബിഹാരി മിശ്ര തുടങ്ങിയിട്ടുള്ള ഈ 3 ആളുകൾ ചേർന്നിട്ടുള്ള ആ ഒരു പുസ്തകത്തിലാണ് ശരിക്കും രീതികാലിനെ, മിശ്രബന്ധു വിനോദ് എന്നുള്ള ബുക്കിലാണ് രീതികാലിനെ അലങ്കൃത് കാൽ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മിശ്ര ബന്ധുക്കൾ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു അലങ്കാര പണി എടുക്കുന്ന സമയത്ത്, നിങ്ങളൊരു കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ മൊത്തം അലങ്കാര പണികൾ ബന്ധുക്കൾ ഏറ്റെടുത്ത് നടക്കുകയാണ്. ഒരുപാട് ബന്ധുക്കൾ അല്ലെങ്കിൽ ഒരുപാട് ഒരു കുടുംബക്കാരെ മൊത്തത്തിൽ ഇങ്ങനെ അലങ്കൃതമായിട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെ അങ്ങനെ കണക്ട് ചെയ്തോടെ. ജസ്റ്റ് നമ്മളൊരു വെറുതെ അതിന് യാതൊരു ലോജിക്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്ക് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അലങ്കൃത് കാൽ, മിശ്ര ബന്ധു. ഓക്കെ, മിശ്ര ബന്ധു, അതായിരിക്കും അതിന്റെ ഒരു ആൻസർ. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒറ്റൊരു കോഡ് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കോഡുകൾ കാര്യങ്ങൾ ഉണ്ടാക്കാം. എന്നാമത്തെ വേറൊരു കാര്യം പറഞ്ഞാൽ, വേറൊരാള് യൂസ് ചെയ്യുന്ന നോട്ടോ അല്ലെങ്കിൽ വേറൊരാള് എന്താ പറയാ ഫോളോ ചെയ്യുന്ന നോട്ടോ അല്ല വേറൊരാൾ ഉണ്ടാക്കുന്ന നോട്ടോ പൊതുവെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ പറഞ്ഞാൽ അത് അവരവരുടെ കോഡും അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു കോഡായിരിക്കും. അത് എപ്പോഴും നമുക്ക് വർക്ക് ആവണമെന്നില്ല. ഓക്കെ, സ്വന്തമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്ത് ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കേട്ടതിൽ കണ്ടെടുത്തോളം ഒരുപാട് വളർന്ന വഴിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പൊതുവെ ഉണ്ടാവാറില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം. സോ നിങ്ങൾ ആദ്യം തന്നെ സിലബസ് ആദ്യം മനസ്സിലാക്കുക എന്തൊക്കെയാണ് ആ സിലബസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നുന്നു വേറെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി എനിക്ക് സ്ക്രീന് ഷെയർ ചെയ്യാൻ തോന്നുന്നു. അതിന്റെ സിലബസ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിന്റെ അകത്തുനിന്ന് വരാൻ പോകുന്ന സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസ് എന്താക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസ് തന്നെ വേണം ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ഐ മീൻ ഞാൻ ക്വസ്റ്റ്യൻ ലീക്ക് ആക്കുക എന്നുള്ളതല്ല, ഈക്കോമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇതാണ് ഹിന്ദി പാഠ്യക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഹിന്ദി സബ്ജക്റ്റിന്റെ പാഠ്യക്രം. ആരോ ഹിന്ദി പറയുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാന്നുള്ള അറിയില്ല. ഹിന്ദി ഭാഷ का उद्भव और विकास, ഹിന്ദി ഭാഷ का उद्भव और विकास എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് നമ്മുടെ ഹിന്ദി ഭാഷ വന്നിട്ടുള്ളത്, ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഹിന്ദി ഭാഷ വന്നിട്ടുള്ളത് സംസ്കൃതം, പാലി, പ്രാകൃത്, അപഭ്രംശം. ഓക്കെ, ആ രൂപത്തിലുള്ളൊരു ഒരു ഡെവലപ്മെന്റ് ആണ് ഹിന്ദി ഭാഷയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഹിന്ദി ഭാഷ സ്വരൂപ്, ഓബ്രംസ് ഓർ പുരാനി ഹിന്ദി, ഖഡീബോലി ഹിന്ദിയുടെ ഒരു പിതാവായിട്ട് ആരാണ് അറിയപ്പെടുന്ന ഒരു ചോദ്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. ആ ഖഡീബോലി ഹിന്ദിയുടെ പിതാവ് എന്ന് പറയുന്നത് അമീർ ഖുസ്രു ആണ്. അപ്പം അതിങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പിന്നെ ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഹിന്ദി സാഹിത്യക ഇതിഹാസം എന്നുള്ളത് ആരാ എഴുതിയത്? രാമചന്ദ്ര ശുക്ലാണ്. അപ്പോൾ അത് അല്ലെ 4 ആണെങ്കിൽ അങ്ങനെ ചോദിക്കാം. കുറച്ചുകൂടി ഡെപ്തിലേക്ക് ആലോചനാത്മക ഇതിഹാസം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രാംകുമാർ വർമ്മ, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ നോക്കാം. ഹിന്ദി സാഹിത്യക ഇതിഹാസ്, പ്രാചീൻ, ആദികാലില് ഏതൊക്കെ ചോദ്യം? ഗോരഖ്നാഥനെ കുറിച്ച് ചോദിക്കാം, സിദ്ധനാഥ സാഹിത്യത്തിനെ കുറിച്ച് ചോദിക്കാം. ഇനി നാമകരൺ, ആദ്യകാലത്തിനെ ബീജ് വപ്പൻ കാൽ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാം. അപ്പോ ദ്വിവേദിജിയാണ് അതിന്റെ ഒരു ഉത്തരം. അതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ അലങ്കൃത് കാൽ, മിശ്രബന്ധു വിനോദ് അലങ്കൃത് കാൽ എന്ന് അതിനെ വിശേഷിപ്പിച്ചു. പൃഥ്വിരാജ് രാസോ എന്ന കൃതി ആരാണ് എഴുതിയത് എന്ന് ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പൃഥ്വിരാജ് രാസോ ആരാണ് എഴുതിയത്? ചന്ദ് ബർദ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ, നിങ്ങൾക്ക് ഇനി എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ കാണാം. വിദ്യാപതി എന്നുള്ളൊരു ഒരു കവിയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, വിദ്യാപതി ഈസ് വൺ ഓഫ് കീർത്തി ലത, കീർത്തി പതാകയൊക്കെയാണ് വിദ്യാപതി എഴുതിയിട്ടുള്ളത്. അമീർ ഖുസ്രു വളരെ പ്രസിദ്ധമായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ പഹേലിയ കടങ്കഥകൾ, ഹിന്ദിയിലുള്ള കടങ്കഥകളൊക്കെ കാര്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അമീർ ഖുസ്രു ആണ്. ഭക്തികാൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏതാണ്? ഭക്തി ആന്തോളൻ ക സ്വരൂപ്. 2 തരത്തിലുള്ള ഭക്തി നമുക്ക് കാണാം, നിർഗുൺ ഭക്തി, സഗുൺ ഭക്തി. നിർഗുൺ ഭക്തി എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരനെ നമുക്ക് രൂപം സങ്കല്പിക്കുന്നില്ല, സഗുൺ എന്ന് പറയുന്നത് ഈശ്വരനെ നമുക്ക് രൂപം സങ്കല്പിക്കുന്നുണ്ട്. ഉദാഹരണം രാമ അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ചൊക്കെ ഉള്ള ആ രൂപത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കബീർദാസിനെ കുറിച്ച് നിർബന്ധമായിട്ടും ചോദ്യം വരും, അത് നന്നായിട്ട് പഠിച്ചു പോവാം. കബീർദാസ് എഴുതിയിട്ടുള്ള 3 കൃതികൾ സാഖി, സബദ്, റമേനി എന്നുള്ളതാണ്. അതുപോലെ തന്നെ തുളസീദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുളസീദാസ് എഴുതിയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതി രാമചരിത മാനസ് എന്നുള്ളതാണ്. അത് കൂടാതെ പല കൃതികൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് കൂടുതൽ നിങ്ങൾ എഴുതി പോകട്ടോ. ഓക്കെ, അത് ദോഹാവലി, വരവൈ രാമായൺ,
അതുപോലെ തന്നെ കവിത, ഒരുപാട് അത്തരത്തിലുള്ള ഹനുമാൻ ബാഹുചരിത്, ഇത്തരത്തിലുള്ള ഒരുപാട് കൃതികൾ തുളസിദാസ് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഭക്തികാലിൽ നിങ്ങൾ പഠിക്കേണ്ട ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ കബീർദാസ്, സൂർദാസ്, തുളസിദാസ്. അപ്പൊ സൂർദാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സാഹിത്യ ലഹരി, സൂർ സാഗർ എന്നുള്ള കൃതികളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സൂർ സൂറാവലി, സാഹിത്യ ലഹരി, സൂർ സാഗർ, ഇതൊക്കെ നമ്മൾ വളരെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ചോദിക്കുകയാണ്, അതൊന്നും കുറച്ച് നെറ്റിന്റെ ലെവലിലേക്ക് ഇങ്ങനെ വന്ന് വരും കേട്ടോ. കബീർദാസിന്റെ ലാംഗ്വേജ് സദു കടി അല്ലെങ്കിൽ കിച്ചടി ഭാഷയാണ്. അതേസമയത്ത് തന്നെ തുളസിദാസ് കാര്യമായിട്ട് എഴുതിയിട്ടുള്ളത് അവധി ഭാഷയാണ്. ദെൻ നമ്മുടെ ആരാണ് ഈ ആരാണ് ഇപ്പം പറയാൻ ബാക്കിയുള്ളത്? സൂർദാസ് ഇവിടെ ബാക്കി പ്രധാനപ്പെട്ട ഭാഷ ബ്രജ് ഭാഷയാണ്. സൂർദാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൃഷ്ണഭക്തിയാണ്, തുളസിദാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് രാമഭക്തി കവിതയാണ് എഴുതിയിട്ടുള്ളത്. ദെൻ നമുക്ക് രീതികാളിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മ വരേണ്ടത് നമ്മുടെ ബിഹാരിയാണ്. ബിഹാരി ലാൽ എന്നുള്ള കവിയാണ് അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നുള്ളത് ദേവഭൂഷൺ, ഘനാനന്ദ്, ഇത്തരത്തിലുള്ള കുറച്ച് കവികളുണ്ട്. ബിഹാരിനെ കുറിച്ച് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ബിഹാരി സത്സയി എന്നുള്ളതാണ് ആളുടെ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതി. ഇനി ഹിന്ദി ഗദ്യ, ആധുനിക കാലത്തേക്ക് വരുന്ന സമയത്താണ് ഹിന്ദി ഗദ്യത്തിന്റെ ഒരു ഉത്ഭവവും വികാസവും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഫോർട്ട് വില്യം കോളേജ് ഒരു കാര്യങ്ങളെ കുറിച്ച്, ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ചൊക്കെ വെറുതെ ഗൂഗിൾ ഒന്ന് അടിച്ചു നോക്കുക, ഏത് വർഷത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നെറ്റിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കോളേജിന്റെ പേരൊക്കെ ജസ്റ്റ് പഠിച്ചു വെക്കാം. ഹിന്ദി ഭാഷയുടെ ഒരു ഉത്ഭവത്തിന് അത് കാര്യമായിട്ടുള്ളൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. ആധുനിക കാലില് ഭാരതീയത്വത്തെ തൊടാതെ ഒരു ക്വസ്റ്റ്യൻ കടന്നു പോവുക എന്നുള്ളത് പ്രയാസമാണ്. അല്ലെ, ഹിന്ദി സാഹിത്യത്തിൽ ഏതൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഭാരതീയത്വനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ മിക്കവാറും ഉണ്ടാവും. അപ്പൊ ഭാരതീയത്വന്റെ എന്താണ്, എന്തൊക്കെയാണ് അതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊക്കെ. ഇപ്പൊ അന്ധേർ നഗരി, ഓക്കെ, അന്ധേർ നഗരി ഭാരതീയത്വ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നാടകമാണ്. അതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതുപോലെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നാടകങ്ങൾ ഭാരതീയത്വമായിട്ട് നീൽ ദേവി, അന്ധേർ നഗരി, ഇതിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഭാരതീയത്വനെ കുറിച്ച് ചോദിക്കും. ഭാരതീയത്വ യുഗമാണ്. അതിനുശേഷം വരുന്നതാണ് ദ്വിവേദി യുഗം. മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. അതിനകത്ത് സരസ്വതി പത്രിക എന്നുള്ളൊരു കൃതിയെ കുറിച്ച്, ഒരു ജേണൽ, ഒരു പത്രികയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അത് ഘടീബോലി ഭാഷയെ അതിന് അത്യധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് ഇപ്പോ നിരാലി അടക്കമുള്ള, സുമിത്രാനന്ദ പന്ത് അടക്കമുള്ള ഒരുപാട് ആളുകളുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള കൃതിയാണ് ഏത്, നമ്മുടെ കൃതിയല്ല, മാഗസിൻ ആണ് നമ്മുടെ ദ്വിവേദി യുഗം ദ്വിവേദി യുഗത്തിൽ വന്നിട്ടുള്ള സരസ്വതി പത്രിക എന്നുള്ളത്. ഓക്കെ, ഹിന്ദി ഉപന്യാസം ആണെങ്കിൽ പ്രേംചന്ദ് പൂർവ്വ യുഗമുണ്ട്. ഓക്കെ, പ്രേംചന്ദ് വരുന്നതിന് മുമ്പ് ഉള്ള ഉപന്യാസികൾ ഏതൊക്കെയാണ്? ദേവകി നന്ദൻ ഖത്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രകാന്ത എന്ന് പറഞ്ഞുള്ള സീരീസ് ഉണ്ടായിരുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള സീരീസ് ആണ്. അത് പ്രേംചന്ദിന് ഉണ്ടായിട്ടുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദേവകി നന്ദൻ ഖത്രി. ആൻഡ് പ്രേംചന്ദ് കുറിച്ച് പറയുന്ന സമയത്ത് പ്രേംചന്ദിന്റെ എഴുത്തുകൾ, രചനകൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഗോദാൻ മറക്കരുത്. കാറ്റഗറി 4 ആണെങ്കിൽ ഗോദാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കർമ്മഭൂമി, രംഗഭൂമി, നിർമ്മല, ഓക്കെ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട്, ഗബൻ, ഈ പറഞ്ഞ ഒരുപാട് നോവൽസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രേംചന്ദിൻ്റെതായിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വലിയ വലിയ നല്ല കഥകൾ എന്ന് പറയുന്നത് പൂസ്കി രാത്ത്, കഫൻ, അതുപോലെ തന്നെ നമ്മുടെ ബഡേ ഭായ് സാബ്, ഇഷ്ടംപോലെ അത്തരത്തിൽ മാനസരോവർ എന്നുള്ളൊരു കൃതിയിലാണ് പ്രേംചന്ദിന്റെ എല്ലാ കഥകൾ കൂടിയിട്ട് എന്താ പറയുക സങ്കലിച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് മാത്രമല്ല, ബഡേ ഗർക്കി ബേട്ടി, കണ്ടമാനം നല്ല ഒരുപാട് കഥകൾ പ്രേംചന്ദിൻ്റെതായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ പ്രേംചന്ദിന്റെ കഥകളും നോവലുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ട് ചോദിക്കും സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഉഷാ പ്രിയംവദ, മന്നു ഭണ്ഡാരി, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഉഷാ പ്രിയംവദ, മന്നു ഭണ്ഡാരി, ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? അപ്പോ പ്രേംചന്ദ് ജൈനേന്ദ്രൻ്റെത് അഗ്ഗേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. ശേഖർ ഏക് ജീവനി, ഓക്കെ, ആരാണ് എഴുതിയിട്ടുള്ളത്? അഗ്ഗേ ആണ്. ഓക്കെ, യശ്പാലിന്റെ ഇവിടെ ഒരു ഓക്കെ, രംഗഭൂമി ഞാൻ പറഞ്ഞു, ഗോദാൻ, ശേഖർ ഏക് ജീവനി,
ദീവാലി, സൂരജ് കാ സാത്വാം ഘോഡ ആരാണ് എഴുതിയിട്ടുള്ളത്? ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ എന്താ ഈ പറഞ്ഞൊരു സിലബസ് നിങ്ങൾ ആദ്യം എടുത്ത്, സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതിന്റെ ഓരോരുത്തരും ഏതാണ് കൃതി, ആരാണ് എഴുതിയിട്ടുള്ളത് മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹിന്ദി കഹാനി എന്നുള്ളത് നമ്മൾ പ്രേംചന്ദ്, ഇതും നോവൽ പറയുന്ന പോലെ തന്നെ ഹിന്ദി കഹാനി ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ തന്നെ നിങ്ങൾക്കാണ് ഉസ്നെ കഹാത്ത എഴുതിയിട്ടുള്ളത് ചന്ദ്രധർമ്മ ശർമ്മ ഗുലേരി ആണ് കേട്ടോ. അതുപോലെ തന്നെ കഫൻ എഴുതിയിട്ടുള്ളത് പ്രേംചന്ദ്, പൂസ്കി രാത്ത് പ്രേംചന്ദ്, ഈദ്ഗാഹ്, ഓക്കെ, പറഞ്ഞ ഒരുപാട് ടാക്കൂർ, ഇതൊക്കെ പ്രേംചന്ദിന്റെ ഞാൻ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ വരുന്ന സാധനമാണ്. ചീഫ് ഗീ ദാവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭീഷ്മ സാഹനിയാണ്. രാജ നിർബൻസിയ എന്ന് പറയുന്നത് കമലേശ്വർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഹിന്ദി നാടകമാണെങ്കിൽ പ്രസാദ് യുഗ്, അപ്പോൾ ആദ്യം ഭാരതേന്ദു യുഗ് വരും, പിന്നെ പ്രസാദ് യുഗ് വരും, അതിനുശേഷം നമ്മുടെ ആരാണ് ലക്ഷ്മി നാരായൺ മിശ്ര, ലക്ഷ്മി നാരായൺ ലാല്, ഇത് രണ്ടും മാറിപ്പോയത് അടുത്തടുത്ത പേരുകളാണ്. ആദ്യം വരുന്നത് മിശ്ര ആണ്, അതിനുശേഷം ലാൽ, ലക്ഷ്മി നാരായൺ മിശ്ര, ലക്ഷ്മി നാരായൺ ലാല്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാടകങ്ങൾ ഈ സമയത്ത് വന്നിട്ടുള്ളത്? ഭാരതീയ യുഗത്തിലുള്ള ഹിന്ദി കവിതന്റെ കാര്യത്തിലാണ് പ്രമുഖ കവി ദ്വിവേദി യുഗ്, ഛായാവാദ് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഛായാവാദുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് പുതിയ പ്രവൃത്തി, ഇതൊക്കെ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഓരോ ക്വസ്റ്റ്യൻ, ഓരോ വാക്കുകൾ, ഓരോ സെന്റൻസുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന സെന്റൻസ് എന്താണോ അതായിരിക്കും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ സുഖമായിട്ട് കിട്ടുന്നതാണ്. ഹിന്ദി കവിത ആധുനിക കാലത്തിലേക്ക് വരുന്ന ഈ സമകാലീന കാലത്തിലേക്ക് വരുന്ന സമയത്ത് അനാമിക, കാത്യായനി, അരുൺ കമൽ, രാജേഷ് ജോഷി, ഈ പറഞ്ഞ ഒരുപാട് കവികളെ കുറിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. നിങ്ങൾക്ക് നാളെ തന്നെ ഒന്ന് നോട്ട് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ശരിക്ക് എന്താണ് എല്ലാവർക്കും ഓക്കെ, ഇതാണ് ശരിക്കും നമുക്ക് പറയാനുള്ള ഒരു, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ കുറച്ച് സമയക്കുറവ് മൂലം വളരെ ഓടിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത് ആ സിലബസ് നിങ്ങൾ ആദ്യം കാണണം കേട്ടോ. ആ സിലബസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാറ്റഗറി 4 എഴുതുന്ന ആളാണെങ്കിൽ ഈ സിലബസിൽ എന്താണോ ബേസിക്കലി ഭാരതേന്ദു എന്നാണെങ്കിൽ ഭാരതേന്ദു ആരാണ്, അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അത്ര തന്നെ വരും. അല്ലെങ്കിൽ സിലബസ് മൊത്തത്തിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നോട്ട് ചെയ്യേണ്ടത് തോന്നുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു പാടില്ല. കാറ്റഗറി 4 നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. കാറ്റഗറി ഗ്രീഷ്മ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, കാറ്റഗറി 3 ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താ ചെയ്യാറ്, സെയിം സിലബസ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയാ ഓരോരുത്തർ എഴുതിയിട്ടുള്ള, അതും വലിയ വ്യത്യാസമൊന്നുമില്ല, ഓരോരുത്തർ എഴുതിയിട്ടുള്ള കൃതികൾ, സാധനങ്ങൾ ഈ പറഞ്ഞത് ഒന്നും വേണ്ട. നിങ്ങൾ ഈ സിലബസിൽ കാണുന്ന എല്ലാ കവികളുടെയും അല്ലെ എഴുത്തുകാരുടെ പേരുകൾ നോട്ട് ചെയ്യാം. ഇവർ എഴുതിയിട്ടുള്ള കൃതികൾ, ഫേമസ് ആയിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ് നിങ്ങൾ വെറുതെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറയുന്നത് ഓരോ കൃതികൾ പഠിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ഞാനിപ്പോ പ്രേംചന്ദിന്റെ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ പ്രേംചന്ദിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് കൃതികൾ നമുക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ ഓർഡറിൽ ആക്കാനൊക്കെ ചിലപ്പോൾ ചോദിച്ചു വരും. ഐ മീൻ കാറ്റഗറി 3 അങ്ങനെ പൊതുവെ കാണാറില്ല, 4 കാണാറില്ല. കാറ്റഗറി 3 ചോദിച്ചാലായി. എനിവേ നിങ്ങൾക്ക് UGC നെറ്റിന് കൊടുക്കുന്ന ആൾക്കാർ, അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, UGC നെറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ക്രോണോളജി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഓരോ ആൾക്കാരെ പേര് പഠിക്കുന്ന സമയത്ത് അവരെഴുതിയ കൃതികളെ വർഷാടിസ്ഥാനത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ UGC നെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒന്നുകൂടി പറയാണ്, ഈ കൂട്ടത്തിൽ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ UGC നെറ്റിനൊക്കെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അതിനൊരു കോഴ്സ് ഈ ഒക്ടോബർ 4 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്, PG ഒക്കെ ക്വാളിഫിക്കേഷൻ അല്ലെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൂട്ടത്തിലുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊക്കെയാണ് ബേസിക്കലി സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാറ്റഗറി 3 ആണെങ്കിലും കാറ്റഗറി 4 ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് നോക്കിയാലോ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസറും ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത്, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എങ്ങനെയായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ
ഉള്ളത് എന്നുള്ളത്. ഓക്കെ, എല്ലാം റെഡി ആണോ? ആണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് അതുകൂടി എന്താ ഡിസ്കസ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം, ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഞാൻ ഒന്ന് സൂം ചെയ്യാം. ക്വസ്റ്റ്യൻ ആദ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നിമ്നലിഖിതമേ സേ ചാരോ മഹാകാവി കോൺസെ ഹെ, അതായത് 4 കൃതികളുടെ പേരുകൾ. ഇത് കുറച്ച് കൂടിയ ലെവലാണ്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൂടിയ ലെവലാണ്. ഇതിൽ മഹാകാവ്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു കോഡ് മാത്രം മഹാകാവ്യം മാത്രമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ രാമചരിത മാനസ് ആരാണ് എഴുതിയിട്ടുള്ളത്? രാമചരിത മാനസ് എഴുതിയിട്ടുള്ളത് തുളസീദാസ് ആണ്. അത് മഹാകാവ്യമാണ്. അത് എന്താണ്, ഭക്തികാല സാഹിത്യമാണ്. സാകേത് എന്ന് പറയുന്നത് മൈഥിൽ ശരൺ ഗുപ്ത ആണ്. അതും എന്താണ്, യെസ്, അത് മഹാകാവ്യം. കാമായനി പ്രസാദ്, ഭാരത് ഭാരതി, ഓക്കെ, ഇതൊക്കെ മഹാകാവ്യങ്ങളാണ് എന്നുള്ളതാണ്. ഭാരത് ഭാരതി എഴുതിയിട്ടുള്ളത് മൈഥിലി ശരൺ ഗുപ്ത ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ മാധുരി പത്രികയ്ക്ക് പ്രഥം സമ്പാദക് കോൺത്തെ, ആരാണ് മാധുരി പത്രികയുടെ പ്രഥം സമ്പാദക് ആരാണ് എന്നുള്ള രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. മഹാവീർ പ്രസാദ് ദ്വിവേദി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഭാരത് ഭാരതി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട്. ആരാണ്? ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, മൈഥിലി ശരൺ ഗുപ്ത ആണ് അതിന്റെ ആൻസർ. വഹ് തോഡ്തി പത്തർ കവിത കിസ് കവി കി രചന ഹെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വഹ് തോഡ്തി പത്തർ കിസ് കവി കി രചന ഹെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് നിരാല, ഓപ്ഷൻ എ നിരാല എന്നുള്ള ആൻസർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റണം. നിരാലന്റെ ഫുൾ നെയിം എന്താണ്? സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്നുള്ളതാണ്. ഓക്കെ, ഇനി കാമായനി മഹാകാവ്യ കിസ്കി രചന ഹെ. അപ്പൊ മഹാകാവ്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ കാമായനി എന്നുള്ള മഹാകാവ്യം ജയശങ്കർ പ്രസാദ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഛായാവാദിലെ ഓരോ കവികളും എഴുതിയിട്ടുള്ള മഹാകാവ്യൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നാവും. ഇനി गीतांजलि काव्य के लिए रवींद्रनाथ ठाकुर को नोबेल पुरस्कार किस वर्ष मिला? ओके, ഏത് വർഷമാണ് രവീന്ദ്രനാഥ് ടാഗോറിന് ഗീതാഞ്ജലി എഴുതിയതിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? 1913 എന്നുള്ളതാണ് ആൻസർ. സാകേത് മഹാകാവ്യ കിസ് കവി കി രചന ഹെ, ഏതാണ് സാകേത് എന്നുള്ള മഹാകാവ്യം ആരാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, മൈഥിലി ശരൺ ഗുപ്ത എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് ഉപന്യാസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നോവലിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഗോദാൻ ഉപന്യാസ് കി മുഖ്യ പാത്ര കോൺ ഹെ? ഓക്കെ, ഇതില് മാലതി, ധനപത്, ഹോരി, ജുനിയ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ധുനിയ അല്ല, ധനിയാണ് ശരിക്കും ഓപ്ഷൻ വേണ്ടത്. സി ഹോരിയാണ്. ഹോരി എന്നുള്ളത് ഹോരി റാം എന്നുള്ളതാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അയാളാണ് നായകൻ. ഗോദാൻ എന്നുള്ള എന്താണ്, ഗോദാനുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഹോരിറാം ഉണ്ട്, ധനിയ ഉണ്ട്, അതുപോലെ തന്നെ ഗോബർ ഉണ്ട്, ഗോവർദ്ധൻ ദാസ് എന്നുള്ള ഗോബർ ഉണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് രൂപ, ഇവരൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. ഓക്കെ, അന്ധായുഗ് നാടക രചയിത കോൺ ഹെ? ഓക്കെ, അന്ധായുഗ് നാടക, ഹിന്ദി നാടകത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് അന്ധായുഗ്. ഓക്കെ, അത് ആരാണ് എഴുതിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ധർമ്മവീർ ഭാരതി. ഓക്കെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി പ്രിയ പ്രവാസ് കാവ്യകൃതി കിസ്കി രചന ഹെ? ആരാണ് പ്രിയ പ്രവാസ് എന്നുള്ള കാവ്യകൃതി, ഈ കവിത എഴുതിയിട്ട് മഹാകാവ്യമാണ് കേട്ടോ. ആരാണ് എഴുതിയിട്ടുള്ളത്? ഇത് തെറ്റാണ് കേട്ടോ, അരവിന്ദ് ഘോഷ് അല്ല. ഞാൻ ഉത്തരം വന്നിട്ടുള്ളത് തെറ്റാണ്. ഇതിനകത്ത് ഹരി ഔദ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അപ്പൊ ഹരി ഔദ് ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. പ്രിയ പ്രവാസ് എന്നുള്ള കൃതി ആരാണ് എഴുതിയിട്ടുള്ളത്? ഹരി ഔദ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രിയ പ്രവാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഘടി പോലി സാഹിത്യത്തിലുള്ള, നമുക്കറിയാം ഹിന്ദി സാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് പല ഭാഷകളിലൂടെ സഞ്ചരിച്ച് വന്നിട്ടുള്ള ഒരു മേഖലയാണ്, ഒരു ഭാഷയാണ്. അതായത് ഘടി, ബ്രജ്, മറ്റേ പല ഭാഷകൾ, ബ്രജ് ഭാഷ ഉണ്ടായിരുന്നു, അവധി ഭാഷ ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഇത്തരത്തിൽ ഒരുപാട് ഭാഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഘടി പോലിയിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ അകത്തുണ്ടായിരുന്ന ആദ്യ മഹാകാവ്യം എന്ന് പറയുന്നത് ഹരി ഔദ് ആണ്, പ്രിയ പ്രവാസ് എന്നുള്ളതാണ്.
അതിന്റെ ആദ്യത്തെ ഘടി പോലെയുള്ള മഹാകാവ്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഇതിഹാസിന്റെ പാഠം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു മണിക്കൂറിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് അങ്ങോട്ട് തന്നതാണ്. അറിയാം, പറഞ്ഞാല് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയാ കുറെ കാര്യങ്ങളും തലയിൽ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഓരോ ഓരോ കാലം എടുത്ത സമയത്ത് എന്താണ് ഓരോ കാര്യങ്ങൾ, ഓരോ കാലഘട്ടം, ദ്വിവേദി യുഗമാണെങ്കിൽ, ഛായാവാദമാണെങ്കിൽ, ആധുനിക കാലം, ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ് മാത്രം നോക്കി വെക്കുക. അതാരാണ് എഴുതിയതുള്ളത് നോക്കി വെക്കുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് പോവാം. സൗമ്യ മാമും ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കുട്ടികളോടാണ്. നിങ്ങള് ആദ്യമായിട്ട് ഈ PSC എക്സാമും എഴുതി ശീലമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് ഈ ബബിൾ ചെയ്യുന്ന എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ബബിളിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അവര് ശ്രദ്ധിക്കണം, നമ്പർ കറക്റ്റ് ആയിട്ട് നോക്കണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറാണ് വരിക. അതായത് ഇപ്പൊ ഓരോ പാർട്ടില് 1 to 10, 1 to 30 അങ്ങനെയൊന്നുമല്ല, 1 to 50 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നമ്പറിനും ഒറ്റ ബബിള് മാത്രമേ കറപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യാം. ആരുടെ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു, ഒന്ന് ഓഫ് ചെയ്യണേ. ആരാണ്? സുഭ. അപ്പം അത് ശ്രദ്ധിക്കുക കേട്ടോ. വെറുതെ കറപ്പിച്ച് തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എഴുതി വെക്കരുത്, ടിക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തേക്ക് അതൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കറപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവള് എല്ലാത്തിന്റെയും ആൻസർ കണ്ടുപിടിച്ചു, പക്ഷെ ഒരു നമ്പറിന് മാത്രം ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ കുട്ടി ഏതോ ഒരു ക്വസ്റ്റ്യന് എവിടെയോ എത്തിയപ്പോ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കാതെ നമ്പർ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടിടുക. പിന്നെ ലാംഗ്വേജിന്റെ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷും മലയാളവും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് തരിക. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് നോക്കുക. പെട്ടെന്ന് പാനിക് ആവരുത്. ഫസ്റ്റ് മലയാളമാണ് കൊടുത്തിട്ടുണ്ടാവുക, അതിനുശേഷമാണ് ഇംഗ്ലീഷ് ഉണ്ടാവുക. സോ പേജ് മറച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ആണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഓക്കെ, അത് മലയാളവും ഇംഗ്ലീഷും കൂടി ഉണ്ടോന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, 1 to 50 സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. പിന്നീട് വരുന്നത് നമ്മളുടെ മലയാളം ഓർ ഇംഗ്ലീഷ്, ദെൻ സബ്ജക്ട് ഹിന്ദി, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്പേഴ്സ് അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. 1 to 30 ചൈൽഡ് ഡെവലപ്മെന്റ്, പിന്നെ 40 to 70 ആണ് 31 to 70 ആണ് മലയാളം ഓർ ഇംഗ്ലീഷ്. ആൻഡ് പിന്നെ ഹിന്ദി വരുന്നത് 71 to 150 ആണ്. അപ്പം അതനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് തെറ്റിക്കാൻ നിൽക്കരുത്. അതിനാണ് പറഞ്ഞത്, ഫസ്റ്റ് ചെയ്യുന്നവർക്കുള്ളതാണ്. ഇത് ശീലമുള്ളവർക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ശ്രദ്ധിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഈ 23-ാം തീയതി വരുന്ന 23-ാം തീയതി ഈ കൂട്ടത്തിൽ നെറ്റിനൊക്കെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഫ്രീ ഓറിയന്റേഷൻ പ്രോഗ്രാം കൂടി 23-ാം തീയതി ഉണ്ടാവും. കൂട്ടത്തിൽ പറഞ്ഞതുള്ളൂ. അപ്പം PG-കാരൊക്കെ ഉണ്ടെങ്കിൽ, PG കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് 2 സെഷനായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കൊടുത്ത് പറഞ്ഞതാണ്. ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജമീൽ സർ ഉണ്ടോ അവിടെ?
ഹലോ, യെസ് യെസ് ഓഡിബിൾ ആണോ? യെസ് യെസ് കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത ഏകദേശം 45ഓളം ആസ്പിരൻസ് നമ്മളിവിടെ പങ്കെടുത്തു. ഫിക്സ് ലാൻഡിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. പ്രിയപ്പെട്ട ഷബാബ് സാറ് നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിൽ എല്ലാവർക്കും ഉയർന്ന മാർക്ക് നേടി വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഫിക്സ് ലാൻഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആശംസിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഫിക്സ് ലാൻഡ് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.